എന്തുകൊണ്ട് തിരുവനന്തപുരത്ത് പന്നിൻ രവീന്ദ്രൻ ഇടത് സ്ഥാനാർത്ഥിയായി എന്ന് ചോദിക്കുന്നവരോട് തിരിച്ച് പന്നിനെ പോലെ രാഷ്ട്രീയ അനുഭവ സമ്പത്തുള്ള മനുഷ്യത്വമുള്ള ഒരാളെ കാട്ടിത്തരാൻ പറഞ്ഞാൽ അവർക്ക് ഏറെ നേരം ആലോചിക്കേണ്ടി വരും. അതാണ് തിരുവനന്തപുരത്തെ ഇടതുമുന്നണിയുടെ സ്ഥാനാർത്ഥി CPIയിലെ പന്നിൻ രവീന്ദ്രൻ എന്ന രവിയേട്ടൻ. അധികാര സ്ഥാനങ്ങളോടൊന്നും പ്രതിപത്തിയില്ലാത്ത ഒരു നേതാവ് തന്നെയാണ് കേരളത്തിന് ലോക്സഭാ അംഗമായി അല്ലെങ്കിൽ നിയമസഭാ അംഗമായി വേണ്ടത്. അതാണ് പന്നിൻ സഖാവ്. കണ്ണൂരുകാരനാണ്. പിന്നെ എന്തിന് തിരുവനന്തപുരത്ത് വന്നു എന്ന് ചോദിച്ചാൽ അതിനും പന്നിൻ്റെ കയ്യിൽ വ്യക്തമായ മറുപടിയുണ്ട്. കഴിഞ്ഞ 40 വർഷമായി തിരുവനന്തപുരത്ത് പാർട്ടി പ്രവർത്തനം തുടങ്ങിയിട്ട്. 40 വർഷം മുമ്പേ പാർട്ടി തന്നോട് പറഞ്ഞു തിരുവനന്തപുരത്ത് പോയി പ്രവർത്തിക്കാൻ. അന്നതനുസരിച്ചു. ഇന്നും പാർട്ടി പറയുന്നു തിരുവനന്തപുരത്ത് മത്സരിക്കണമെന്ന്. അതും അനുസരിക്കുന്നു. കാരണം പാർട്ടി പറയുന്നത് ഒന്നും വെറുതെ അല്ല എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് പന്നിൻ സഖാവ്. മുടിയും നീട്ടി വളർത്തി കൊലുന്നതിനുള്ള ശരീരവുമായി നിരത്തിലൂടെ നടന്നു നീങ്ങുന്ന പന്നിനെ കൊച്ചു കുഞ്ഞുങ്ങൾ മുതൽ വൃദ്ധർ വരെ ഒറ്റ നോട്ടത്തിൽ കണ്ടാൽ തിരിച്ചറിയും. അതുതന്നെയാണ് രവീന്ദ്രൻ എന്ന രവിയേട്ടൻ്റെ ട്രേഡ് മാർക്ക്. ഒരു സ്ഥാനാർത്ഥിയായതിൻ്റെ ഭാവമാറ്റം ഒന്നുമില്ല അന്നുമെന്നും സഖാവ് പന്നിന്. CPIയുടെ ആസ്ഥാനമായ MN സ്മാരകം പുതുക്കി പണിഞ്ഞതുകൊണ്ട് സെക്രട്ടേറിയറ്റിന് സമീപമുള്ള ജോയിൻറ്റ് കൗൺസിൽ സംസ്ഥാന കമ്മിറ്റി ഓഫീസിലെ ഒറ്റ മുറിയിലാണ് ഇപ്പോഴും താമസം. പതിവ് പോലെ പ്രസ് ക്ലബ് ക്യാൻറ്റീനിൽ രാവിലെ 7:30 മണിയോടെ ഒരു കട്ടൻ കുടിക്കാനെത്തും. മടക്കത്തിലൊരു പുട്ടിൻ്റെ പകുതി പാഴ്സൽ വാങ്ങും. ചായ കുടിക്കാനെത്തുന്ന പരിചിതരും അപരിചിതരുമായവരോട് കുശലം പറയും. രാഷ്ട്രീയവും ക്രിക്കറ്റും ഫുട്ബോളും സാഹിത്യവും ഒക്കെ ചർച്ച ചെയ്യും. ആരെങ്കിലും അടുത്ത് ചെന്നാൽ ആരാ എന്താ എന്നൊക്കെ തിരക്കേ വിടൂ. രണ്ടാമതൊരു വട്ടം കണ്ടാൽ സഖാവ് തിരിച്ചറിഞ്ഞിരിക്കും അയാളെ. സ്ഥാനാർത്ഥിയായ ശേഷം സെൽഫിക്കാട്ട് തിരക്ക് ഇപ്പോൾ പതിവിലേറെയാണ്. ശതകോടീശ്വരന്മാരാണല്ലോ തൻ്റെ എതിരാളികൾ എന്ന ചോദ്യത്തിന് ഒരു ചിരിയിൽ തന്നെ മറുപടി പന്നിൻ രവീന്ദ്രൻ ഒതുക്കിക്കളയും. ഒരാൾ കോടീശ്വരനാണെങ്കിൽ മറ്റയാൾ ശതകോടീശ്വരനായ കോർപ്പറേറ്റ്. പക്ഷേ സാധാരണ വോട്ടർമാർക്ക് രവിയേട്ടനെ വ്യക്തമായി അറിയാം, ആരാണെന്നറിയാം. ഒരു പുതിയ പരിചയപ്പെടുത്തലിൻ്റെ ആവശ്യമില്ല. ഇതിനകം പല മേഖലകളിലുള്ളവരെയും ചെന്ന് കണ്ടു. പലരും ഫോണിൽ വിളിച്ച് പിന്തുണ വാഗ്ദാനം ചെയ്തു. 2025 ഉപതെരഞ്ഞെടുപ്പ് നേട്ടപ്പോഴത്തെ അത്ര വികാരമാണ് ഇപ്പോഴും തനിക്കെന്ന് പന്നിൻ രവീന്ദ്രൻ പറയുന്നു. അന്നത്തെ ജയം ആവർത്തിക്കും. അതുതന്നെയാണ് ഉറച്ച വിശ്വാസം. പാർലമെന്റ് പോലും കാണാൻ സാധിക്കുന്നില്ലെന്ന കരുതിയിടത്താണ് PKVയുടെ മരണത്തിന് ശേഷം ഉപതെരഞ്ഞെടുപ്പിൽ ജയിച്ചങ്ങ് ഡൽഹിയിലെത്തുന്നത്. പദവികളൊന്നും പ്രതീക്ഷിച്ചല്ല നമ്മുടെയൊക്കെ രാഷ്ട്രീയ പ്രവർത്തനമെന്ന് പന്നിൻ അടിവരയിട്ട് പറയുന്നു. ചെറുപ്പത്തിൽ റേഡിയോയിൽ പ്രഭാഷണം നടത്തിയ ശേഷം നാട്ടിൽ ഒരു സിനിമാ താരത്തിൻ്റെ ഗമയുണ്ടായിരുന്നു. തൻ്റെ അമ്മയാണെന്ന് ഏറെ സന്തോഷിച്ചത്. തിരുവനന്തപുരത്തെ വോട്ടർമാർ ഇത്തവണയും തൻ്റെ ഒപ്പം നിൽക്കുമെന്ന ഉറച്ച വിശ്വാസമുണ്ട് പന്നിൻ സഖാവിന്. ശശി തരൂർ 3 വട്ടം തിരുവനന്തപുരത്ത് MP ആയി. ഇനിയും പദവി തന്നെയാണ് തരൂരിൻ്റെ ആഗ്രഹം. തരൂരല്ലാതെ മറ്റൊരു സ്ഥാനാർത്ഥിയും തനിക്കെതിരെ നിർത്തിയാൽ വിജയിക്കില്ല എന്നതൊന്നും കോൺഗ്രസിൻ്റെ ഭാവം കണ്ടൽ എന്നാണ് പന്നിൻ്റെ നിലപാട്. BJP സ്ഥാനാർത്ഥിയാകട്ടെ ആദ്യമായി തിരുവനന്തപുരം കാണുന്നയാളും. കേന്ദ്ര സഹമന്ത്രിയായതൊന്നും ഇവിടുത്തെ വോട്ടർമാർ അതേ യോഗ്യതയെ കാണില്ല എന്ന് പന്നിൻ ഉറപ്പോടെ പറയുന്നു. കാരണം BJPയിൽ പദവി ഉണ്ടായിട്ടും ഒരു കാര്യവുമില്ല എന്ന് കേരളത്തിനറിയാം, തിരുവനന്തപുരത്തുകാർക്കറിയാം. അപ്പോൾ ഇത്തവണയും കനത്തൊരു പ്രകടനം കാഴ്ചവെക്കാനും തിരുവനന്തപുരത്ത് മിന്നും നിലയിൽ ജയിച്ചു കയറാനും തന്നെയാണ് ഇടത് സ്ഥാനാർത്ഥി പന്നിൻ രവീന്ദ്രൻ്റെ തീരുമാനം. അതിനൊത്ത പ്രചരണ പ്രവർത്തനങ്ങൾ തന്നെയാണ് CPMഉം CPIയും അടങ്ങുന്ന LDF ഇടതു മുന്നണി തിരുവനന്തപുരം മണ്ഡലത്തിൽ കാഴ്ചവെക്കുന്നതും.